ഹായ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 3 ഇയേഴ്സിൽ എസ് ബി ഐയുടെ ക്ലർക്കിന്റെ എക്സാംസിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ കുറേ എസ് ബി ഐയുടെ ക്ലർക്കിന്റെ പ്രീവിയസ് ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സിംപ്ലിഫിക്കേഷൻ ചെയ്തു, നമ്മൾ പെർസെൻറ്റേജ് റേഷ്യോ മിക്സ്ചർ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഏജസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടൈം ആൻഡ് വർക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റം എന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റേഴ്സിലേക്ക് തന്നെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ചാനലിലെ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് എക്സാംസിനായിട്ടുള്ള എസ് ബി ഐ ക്ലർക്ക് എക്സാംസിനായിട്ടുള്ള തന്നെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ്ലി അവിടെ ചെന്ന് ആ ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നല്ലപോലെ മനസ്സിലാക്കാൻ, ആ ക്വസ്റ്റൻസ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് എക്സാംസിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ്സ് ഒക്കെ തന്നെ മനസ്സിലാക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെന്ന് കാണുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഫോളോ ചെയ്യുക. ബിക്കോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ റിമൈനിങ് ടോപ്പിക്സും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന എക്സാംസ് ലൈക്ക് നമ്മുടെ ഈവൻ നമ്മുടെ എസ് ബി യുടെ PO ആയാലും ശരി, അതുപോലെ ഇനി ഫ്യൂച്ചറിൽ RRB IPS ഒക്കെ ക്വസ്റ്റൻസ് പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടെ തന്നെ റെയിൽവേ SSC ക്വസ്റ്റൻസും എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഒട്ടും തന്നെ സമയങ്ങളായത് ക്വസ്റ്റൻസിലേക്ക് പോകാം. നമ്മൾ ഈ സെഷനിൽ പാർട്ണർഷിപ്പിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മുടെ ആ ഒരു SBI ക്ലർക്കിന്റെ എക്സാം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. X, Y and Z are partners in a law firm. During a particular year, X received 1/4 of the profit, Y received 1/3 of the profit and Z received the remaining ₹20,000. ഹൗ മച്ച് ഡിഡ് വൈ റിസീവ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. നമുക്കിവിടെ പ്രോഫിറ്റിന്റെ ഷെയറിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ് എക്സ് റിസീവ്ഡ് 1/4 ഓഫ് ദി പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് 1/4 ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് by 4 ആണെന്ന് പറയാം. P/4 നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. അതുപോലെ വൈ റിസീവ്ഡ് 1/3, സോ 1/3 എന്ന് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സെഡ് റിസീവ്ഡ് ദ റിമൈനിങ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ റിമൈനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക 1/4ഉം 1/3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? നമുക്കത് 7/12 എന്ന് വരത്തില്ലേ? സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 7/12 ആണ് വരുന്നെങ്കിൽ 12 7 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ വരുന്നെങ്കിൽ പിന്നെ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 12 5 ആയിരിക്കത്തില്ല ബാക്കി വരുന്നതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ റേഷ്യോസിനെ എന്ത് ചെയ്യാം? ഒന്ന് പ്രോപ്പർ ഫോമിലേക്ക് ആക്കി എടുക്കാം, സിമ്പിൾ ഫോമിലേക്ക്. ഇതിപ്പോൾ ഫ്രാക്ഷനിലല്ലേ ഉള്ളത്. സോ സിമ്പിൾ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് ആ ഡിനോമിനേറ്റർ എല്ലാം പോകുന്ന രീതിയിൽ നമുക്ക് ഒരു നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇൻറ്റു നമ്മൾ 12 ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു 4ഉം 12 കൂടി ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്തെന്ന് വരും? 3 എന്ന് വരും. നമുക്ക് അടുത്ത ആ 3യും 12 കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ 4 എന്ന് വരും. ആൻഡ് നമുക്ക് ആ 12ഉം 12ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് അവിടെ എന്ത് വരും? 5 എന്ന് വരും. അപ്പോൾ നമുക്ക് ഒരു 3 പ്രോഫിറ്റിന്റെ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെടുത്താൽ അതോടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് സെഡ് റിസീവ്ഡ് ദ റിമൈനിങ് ₹20,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ സെഡിന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഡിന്റെ ഈ 5 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ സെഡിന്റെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു 5 എന്ന് പറഞ്ഞാണ് 20,000 എന്ന് പറയുന്നത്. നമുക്കറിയാം 5 × 4 ആണ് 20 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് വൈക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈയുടെ കറസ്പോണ്ടിങ് റേഷ്യോ എന്താ? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 4 × 4 16 എടുത്താൽ മതി. അപ്പോൾ 16K ആണ് നമുക്ക് വൈക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അതല്ല ഇനി A ആണ് ചോദിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 3 × 4 12 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ എടുത്താൽ മതി. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ E 16K ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റിന്റെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ P&Q സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻവെസ്റ്റിംഗ് എമൗണ്ട് ഓഫ് ₹25,000 and ₹75,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. Q left the business after 6 months. Q's share in profit was ₹6,000 at the end of the year. Then what is the total profit earned by them together എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂഷ്വലി എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. നമുക്ക് തന്നെ P/Q എന്ന റാങ്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേര് വരുമ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. സോ P/Q എന്ന് എടുക്കുമ്പോൾ P&Q ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്കറിയാം. P ഇൻവെസ്റ്റ് ചെയ്യുന്ന 25,000 ആൻഡ് Q ഇൻവെസ്റ്റ് ചെയ്യുന്ന 75,000. അത് കട്ടായി പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് റേഷ്യോ 1/3 എടുത്ത് വേണമെങ്കിൽ ചെയ്തു പോകാം. അപ്പോൾ തൽക്കാലം നമുക്ക് പ്രോപ്പർലി ഒന്ന് എഴുതി പോകാം മനസ്സിലാവാൻ വേണ്ടി. ഇനി അവിടെ പറയുന്നത് Q ലെഫ്റ്റ് ദി ബിസിനസ് ആഫ്റ്റർ 6 months എന്ന് പറയുന്നുണ്ട്. അപ്പോൾ Q അവിടെ 6 മാസം മാത്രമേ ആ ഒരു ബിസിനസ്സിലുള്ളൂ. സോ ഇവിടെ ഇൻറ്റു 6 എന്ന് വരും. ആൻഡ് ഡ്യൂറിങ് എ ഇയർ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ P അവിടെ ഫുൾ 12 months അവിടെ ഉണ്ട്. ഇനി അവിടെ പറയുന്നത് നമുക്ക് Qയുടെ ഷെയർ ഇൻ ദി പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. Qയുടെ ഷെയർ ഇൻ ദി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Qയുടെ കറസ്പോണ്ടിങ് ആ ഒരു 6,000 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന
പിയുടെ നമുക്ക് അറിയത്തില്ല, പിയുടെ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ചുമ്മാ നമുക്ക് തൽക്കാലം അതിനെ എക്സ് എന്ന് എടുക്കാം. ചോദിക്കുന്നത് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഏൺ ചെയ്തേ എന്നുള്ളതാണ് നമുക്കവിടെ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് ഇവിടുന്ന് ആ ഒരു റേഷ്യോസ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടുകൂടി ക്യാൻസൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ 3 എന്ന് വരും. നമുക്ക് ഈ 6ഉം ഇതുകൂടി ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 2 എന്ന് വരും. ഓക്കെ, ഇനി വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3 എന്ന് പറയുന്നതാണ് ആ 6 എന്ന് കൊടുത്തേക്കുന്നത്. 3 എന്ന് പറയുന്ന 6 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കണ്ടേ? y ആണ് നമുക്ക് അതിൻ്റെ ആ ഒരു 3 എന്ന് പറയുന്നത് ഈ 6 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് 6 ആണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ആ 4 ആയിരിക്കണ്ടേ? ആൻഡ് ബാക്കി 3 0 കൂടിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് 4000 ആയിരിക്കണ്ടേ? ചോദിച്ചിരിക്കുന്നത് എന്താ? ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു 4000ഉം ആ ഒരു 6000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 10,000 എന്ന് വരത്തല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 10,000 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ രണ്ടെണ്ണം വരുമ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുക. ആൻഡ് നമ്മൾ അവിടെ ഇടുന്ന മാത്സ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക. ബിക്കോസ് നമ്മൾ നേരത്തെ പോലെ 25,000ഉം 75,000 നമുക്ക് ഡയറക്റ്റ്ലി 1/3 എന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് അവിടെ ക്യാൻസൽ ചെയ്യാണ് പോകാൻ പോകുന്നത് നമുക്ക് അറിയാം. ഓക്കെ, സോ ഇടുന്നത് മാത്സ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, റാം, ലക്കൻ ആൻഡ് Bharat started a business with capital 85,000, 68,000 and 34,000 respectively. At the end of 5 years, the total profit is 13310. What is the difference of profit between Ram and Bharat ആണ് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ റാം ഉണ്ട്, ഭരത് ഉണ്ട്, അത് റാം ഉണ്ട്, നമുക്ക് രണ്ടാമത് ലക്ഷ്മൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ലക്ഷ്മൺ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് എടുക്കാം. സോ റാം, ലക്ഷ്മൺ ആൻഡ് ഭരത് നമുക്ക് ആ ഒരു ഓർഡറിലാണ് തന്നേക്കുന്നത്. ഇവരുടെ ആ ഒരു ക്യാപിറ്റലിന്റെ റേഷ്യോ നമുക്കറിയാം 85,000. സോ നമുക്ക് ആ 1000 ഒന്നും എഴുതേണ്ട, ക്യാൻസൽ ആയി പോകാനാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ 85,5ഉം 68ഉം 34ഉം. ഇനി നമുക്ക് അവിടെ പ്രത്യേകിച്ച് ടൈം പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 5 ഇയേഴ്സ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നമുക്കൊന്ന് റേഷ്യോ സിമ്പിൾ ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം 17ന്റെ മൾട്ടിപ്പിളാണ്. 5 into 17, 4 into 17 ആൻഡ് 2 into 17. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട്. ഇനി നമുക്കവിടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എത്ര വരും? 5 + 4 9 + 2 11 വരും. ഈ 11 അവർ എത്രയെന്ന് കൊടുത്തേക്കുന്നത്? ടോട്ടൽ റുപ്പീസ് 13,310 എന്ന് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം 11 into 121, നമ്മുടെ 11ന്റെ ക്യൂബായി 1331 എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ 11 into 11 സ്ക്വയർ ചെയ്താൽ നമുക്ക് 1331 വരും. പിന്നെ ഒരു 0 കൂടി ഉണ്ട്. സോ വേണമെങ്കിൽ ആ 0 കൂടി ഇവിടെ എഴുതിയേക്കാം. ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ഓഫ് പ്രോഫിറ്റ് ഷെയർ ബിറ്റ്വീൻ റാം ആൻഡ് ഭരത്. അപ്പൊ റാം ആൻഡ് ഭരത് തമ്മിലുള്ള പ്രോഫിറ്റിന്റെ ഷെയറിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 5ഉം 3ഉം ആണ് ഇവരുടെ റേഷ്യോ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന 3 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ആ 3 കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 into 1210 ചെയ്താൽ മതി. സോ 3 into 121 എന്ന് പറയുമ്പോൾ 3 into 1 3, 3 into 2 6, 3 into 1 3 ആൻഡ് ദെൻ 0. സോ അങ്ങനെയാണെങ്കിൽ 3630 എന്ന് നമുക്ക് വരും. സോ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 3630 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എഗെയിൻ വളരെ ചെറിയ സ്റ്റെപ്സ് നമുക്കറിയാം, അവിടെ പിന്നെയും സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണം. സോ അതുകൊണ്ട് തന്നെ നമ്മളത് വൃത്തിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റേഷ്യോസ് ക്യാൻസൽ ആയി പോകും. സോ അതൊക്കെ ഇഫ് പോസിബിൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റഫ് പേപ്പറിലേക്ക് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിയ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹57,000 ആൻഡ് ആഫ്റ്റർ 6 months സോണി ജോയിൻഡ് ഹെർ ഇൻവെസ്റ്റിംഗ് ₹95,000. ഇപ്പോൾ 2 പേരാണുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത അതേ പാറ്റേണിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രിയ ഉണ്ട് ആൻഡ് സോണി ഉണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ പാറ്റേണിൽ എടുക്കുകയാണെങ്കിൽ ആദ്യമേ പ്രിയ 57,000ഉം അതുപോലെ സോണി 95,000ഉം ആണ്. ആൻഡ് ആഫ്റ്റർ 6 months ആണ് സോണി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നതുകൊണ്ട് സോണി അവിടെ 6 മാസമേ കാണത്തുള്ളൂ, പക്ഷേ പ്രിയ അവിടെ 12 മാസവും ഉണ്ട്. ഇഫ് ദ പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഈസ് ₹22,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ആ റേഷ്യോനെ കമ്പയർ ചെയ്ത് ആൻസർ എടുത്താൽ മതി. ചോദിക്കുന്ന സോണിയുടെ പ്രോഫിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കാം. സോ ഇവിടെ നിന്ന് 1000 എല്ലാം ക്യാൻസൽ ആവും. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞാൽ ഇത് 2 ക്യാൻസൽ ആവും. എഗെയിൻ ഇത് നമുക്ക് ഇവിടെ 19ന്റെ മൾട്ടിപ്പിൾ തന്നേക്കുന്നത്. 19 into 3ഉം 19 into 5 ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ 2 into 3 6 ആൻഡ് ഇവിടെ 5. നോക്കിയേ, നമുക്ക് അവിടെ റേഷ്യോ കിട്ടി. ഇനി ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 6 + 5 11 അവർ എത്രയും തന്നേക്കുന്നത്? 22 എന്ന് തന്നേക്കുന്നത്, 22,000. അങ്ങനെ നമുക്ക് വേണ്ടിയ സോണിയുടെ കറസ്പോണ്ടിങ് പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താണ്? 5 ആണ്. അങ്ങനെ നമ്മൾ 5 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ 11ന്റെ ഡബിൾ ആണ് 22. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഡബിൾ എത്രയാണ്? 10 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10ഉം പിന്നെ 1000ഉം 10,000. സോ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ ബി 10,000 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആൻസർ എടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ,
കുറച്ചുകൂടി ഒരു നല്ല ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, യൂഷ്വലി വളരെ റെയർ ആയിട്ട് മാത്രം കാണാറുള്ള, അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രം എസ് ബിയുടെ ക്ലർക്ക് എക്സാമിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നോക്കി, ഫൈൻ ദി സാക്രിഫൈസ് റേഷ്യോ ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ യൂഷ്വലി കേൾക്കാറില്ല. അപ്പോൾ നമുക്ക് എന്താ സംഭവം നമുക്ക് നോക്കാം. A and B started a business with rupees 95,000 and rupees 57,000 respectively. But B was a business partner. They decide to share their profit in the ratio of 4:3. അപ്പോൾ ശരിക്കും വരേണ്ട പ്രോഫിറ്റിന്റെ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. 4:3 ഷെയറിൽ അത് ഡിവൈഡ് ചെയ്യാം എന്ന് ബി ആസ് എ പാർട്ട്ണർ ഡിസൈഡ് ചെയ്യാം. If C joins with a condition that they will share the profit and loss in the ratio 2:1:3, അപ്പോൾ സി വന്നിട്ട് പുതിയൊരു റേഷ്യോ പറയുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എയുടെയും ബിയുടെയും പ്രോഫിറ്റ്സിൽ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് ആ അഡ്ജസ്റ്റ്മെന്റ് റേഷ്യോ, ആ സാക്രിഫൈസ് ചെയ്യേണ്ട റേഷ്യോ എന്താ, അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യമേ വേണ്ടിയിട്ട് എയുടെയും ബിയുടെയും ഒരു റേഷ്യോ നമുക്ക് വേണം. സോ എയുടെയും ബിയുടെയും ഒരു ക്യാപിറ്റലിന്റെ റേഷ്യോ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 95,000 അതുപോലെ തന്നെ 57,000. നമ്മളത് ഇപ്പം ക്യാൻസൽ ചെയ്തതേ ഉള്ളൂ. 19 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്കിത് 5:3 എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ക്യാപിറ്റലിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന രീതി. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പം നമ്മൾ ടൈം സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനല്ല ഷെയർ ചെയ്യാൻ പറയുന്നത്. എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്? അവിടെ ഒരു ഷെയർ തന്നിട്ടുണ്ട്, പ്രോഫിറ്റിന്റെ റേഷ്യോ ഷെയർ ചെയ്യേണ്ടത്. യൂഷ്വലി നമുക്കറിയാം ക്യാപിറ്റലിന്റെ റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്, പക്ഷെ ആ ഷെയറിലല്ല, നമ്മളത് 4:3 റേഷ്യോയിൽ എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, 4:3. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. ഇനി അവിടെ ചോദിക്കുന്ന സംഭവം നമുക്ക് ആ സാക്രിഫൈസ് റേഷ്യോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി അതിന്റെ എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഓൾഡർ എന്താണ്, അതിൽ നിന്ന് പറയുന്ന പുതിയ എന്താണ്, ആ രണ്ട് ഷെയർസിന്റെ ഡിഫറൻസ് ആണ് ഈ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു 20,000, പക്ഷെ നിങ്ങൾ പറയുവാണ് നമുക്ക് 18,000 ആണ് പ്രോഫിറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ 2,000 സാക്രിഫൈസ് ചെയ്യുമല്ലേ. സോ ആ കൈൻഡ് ഓഫ്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻ്റെ 20,000 മൈനസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ 20,000, പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു 18,000. അങ്ങനെയാണെങ്കിൽ ആ 20,000 മൈനസ് 18,000 2,000 രൂപയല്ല ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പഴയത് മൈനസ് പുതിയ ചെയ്യുമ്പോഴാണ് ആ സാക്രിഫൈസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ആ ഒരു സാക്രിഫൈസ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ എയുടെ ശരിക്കുള്ള റേഷ്യോ 4 ആണ്. അപ്പോൾ 4/7 എന്ന് നമുക്ക് എടുക്കാം. 4/7 മൈനസ് ഏറ്റവും അവസാനമുള്ള റേയുടെ റേഷ്യോ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 2 ടോട്ടൽ എത്ര? 2 + 1 + 3 6. അപ്പോൾ ഇതാണ് അവിടുത്തെ എയുടെ സാക്രിഫൈസ്. ഇനി ബിയുടെ സെയിം ഇതേപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ബിയുടെ എത്രയാണ് ഇവിടെ? 3/7. ബിയുടെ ശരിക്കും 3/7 ആണ് ഇവിടെ നിന്ന്, പക്ഷെ ഇവിടെ ബിയുടെ എത്രയാണ്? ഇവിടെ ബിയുടെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1/6. ഇനി നമുക്കിതൊന്ന് മൈനസ് ചെയ്തെടുക്കാം. സോ നമ്മളിതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 6 7s are 42, ഡിനോമിനേറ്റർ നമുക്ക് 42 വരും. ആൻഡ് നമുക്കിത് ക്രോസ് ചെയ്യുമ്പോൾ 4 6 are 24 മൈനസ് 2 × 7 14 എന്ന് വരും. ആൻഡ് ഇവിടെ അതേപോലെ നമുക്ക് ചെയ്തു പോകാം. നമുക്ക് ഇവിടെ 42, 3 × 6 18 മൈനസ് 1 × 7 7 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 24 മൈനസ് 40 നമുക്ക് 10/42 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്കിത് മൈനസ് ചെയ്യുമ്പോൾ 11/42 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചതനുസരിച്ച് നമ്മൾ ഈ റേഷ്യോ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ ആൻസർ എടുക്കാം. ചോദിച്ചതനുസരിച്ച് എയുടെയും ബിയുടെയും ആ ഒരു സാക്രിഫൈസ് റേഷ്യോ, ഓക്കെ, A/B എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതും A/B എന്ന് എടുക്കുകയാണെങ്കിൽ ഈ 42ഉം 42ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് കൊടുത്ത റേഷ്യോ എന്ത് വരും? 10:11 എന്ന് വരും. A/Bയുടെ ആ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് 10:11. വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കത് മേ ബി ഒരു പുതിയ ഇതായിട്ട് തോന്നും, ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി തരാം. സംഭവം ഇത്രേ ഉള്ളൂ, 10:11. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് സ്പെഷ്യലാണ്, പുതുതാണ്. അപ്പോൾ ഇതൊന്നും നല്ലപോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത് കുറച്ചുകൂടി ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എക്സാമിൽ എപ്പോഴും ആ ഒരു സമയം കൂടി നോക്കിയിട്ട് ചെയ്യുക. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ തന്നെ വായിക്കാൻ തന്നെ നമുക്ക് ചിലപ്പോൾ 1 മിനിറ്റ് കൂടുതൽ എടുത്തുനിന്ന് വരാം. പിന്നെ ചെയ്യാനെടുക്കുന്ന സമയം വേറെ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് ഒരു ക്വസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ എക്സാമിൽ ഇൻ ബിറ്റ്വീൻ വളരെ ലെന്തി ക്വസ്റ്റൻ ആണ് പാർട്ട്ണർഷിപ്പിൽ വരുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ക്വസ്റ്റൻ ആ സമയത്തേക്ക് മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് വിട്ടിട്ട് അവസാനം സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ. വായിക്കാൻ പോലും നിൽക്കല്ലോ. ഓക്കെ, വായിച്ചിട്ട് നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യുന്നതിൽ കാര്യമില്ല. വായിക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ ലെന്തി ക്വസ്റ്റൻ. ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ലെന്തി ക്വസ്റ്റൻ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് വായിച്ച് മനസ്സിലാക്കി ആൻസർ ഒക്കെ കണ്ടുപിടിക്കാൻ 2-2.5 മിനിറ്റ് എടുക്കും തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഉടനെ തന്നെ സ്കിപ്പ് ചെയ്യുക. ലാസ്റ്റ് വന്ന് സമയം ഉണ്ടെങ്കിൽ വന്ന് നമുക്ക് ചെയ്യാം ഉറപ്പായിട്ടും. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി നമ്മൾ വേറെ 2-3 ക്വസ്റ്റ്യൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരല്ല. ഇപ്പം സാക്രിഫൈസ് റേഷ്യോ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ P&Q ഇൻവെസ്റ്റ് ₹4,000 and ₹3,000 in a partnership respectively. After 5 months, P added ₹100 to his investment.
After 4 months, P removes double the amount he added to his investment after 5 months. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ആഫ്റ്റർ 5 months എന്ന് കൊടുത്തേക്കുന്നത്. ആൻഡ് Q ഓൾസോ റിമൂവ്സ് ദ സെയിം എമൗണ്ട് P ആഡഡ് ആഫ്റ്റർ 5 months. നോക്കിയാൽ വീണ്ടും ആ ആഫ്റ്റർ 5 months കൊടുത്തേക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മാത്രമാണ്. If the profit share of Q is rupees 429, then what is the total profit they had in a year എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് യൂഷ്വലി അത് എടുക്കുന്ന രീതി നമുക്ക് യൂഷ്വലി എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. P ഉണ്ട്, Q ഉണ്ട്. നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന രീതി ഒന്ന് എടുത്തു പോകാം. ആദ്യമേ 4000 ഇൻവെസ്റ്റ് ചെയ്യുന്ന P ആൻഡ് Qയുടെ കേസ് എടുക്കുകയാണെങ്കിൽ Q ആദ്യം ഒരു 400ഉം 300ഉം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി എത്ര നാളത്തേക്ക്? ആഫ്റ്റർ 5 months. അപ്പം ആഫ്റ്റർ 5 months അപ്പം 400 into 5 months ആൻഡ് ₹100 ആൻഡ് P ആഡഡ് ₹100 to his investment എന്ന് പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 5 months. അങ്ങനെയാണെങ്കിൽ P ഒരു 100 കൂടി ആഡ് ചെയ്താൽ 400 എന്നുള്ളത് എത്ര ആവും? 500 ആവത്തില്ലേ? ഇൻറ്റു ഇനി വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആഫ്റ്റർ 4 months എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 500 എത്ര മാസത്തേക്കായിരിക്കും? 4 മാസത്തേക്കായിരിക്കും. പ്ലസ് ആഫ്റ്റർ 4 months P റിമൂവ്സ് ഡബിൾ ദി എമൗണ്ട് ഹി ആഡഡ് ടു ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ആഫ്റ്റർ 5 months. അപ്പം ആഫ്റ്റർ 5 months കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ഈ 5 months ആണ് ഉദ്ദേശിക്കുന്നത്. അവരത് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി വെറുതെ എടുത്തെടുത്ത് ആഫ്റ്റർ 5 months എന്ന് പറഞ്ഞേക്കുവാണ്. ഇത് കണ്ട് കൺഫ്യൂസ് ആകല്ല്. ഓക്കെ, ഈ ആഫ്റ്റർ 5 monthsന് ശേഷം ഈ എക്സ്ട്രാ ഇട്ട ഈ 100 രൂപയുടെ ഇരട്ടി റിമൂവ് ചെയ്യുന്നു എന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ഈ പറയുന്ന 100 ഇട്ടത്, അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 200. അത് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് റിമൂവ് ചെയ്ത 500 നിന്ന് റിമൂവ് ചെയ്താൽ പിന്നെ എത്രയേ കാണത്തുള്ളൂ? 300 കാണത്തുള്ളൂ. അതിന് ഇനി എത്ര മാസം കൂടി ബാക്കിയുണ്ട്? 5 മാസം പ്ലസ് 4 മാസം 9 മാസമായി. സോ 9 മാസം കഴിഞ്ഞാൽ 12 മാസമായി. ഇനി 3 മാസം കൂടി ബാക്കിയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 3 അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇന്ന ഇയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 12 മാസത്തെ കണക്കിലാണ് അത് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ Pയുടെ എല്ലാം ആയി. ഇനി Qയുടെ നമുക്കൊന്ന് നോക്കാം. ഇനി അവിടെ Qയുടെ എന്താ പറയുന്നത്? ആൻഡ് Q ഓൾസോ റിമൂവ് ദി സെയിം എമൗണ്ട് P ആഡഡ് ആഫ്റ്റർ 5 months എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ 5 months വീണ്ടും ഈ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, P ആഫ്റ്റർ 5 monthsന് ശേഷം ആഡ് ചെയ്ത എമൗണ്ടിനെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് പക്ഷെ എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്? ഈ P റിമൂവ് ചെയ്യുമ്പോൾ തന്നെയാണ് Q റിമൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ P ആദ്യം ഈ 300 രൂപ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ 5 മാസവും ഈ 4 മാസം കൂടി ചേർത്ത് മൊത്തം 9 മാസം P 300 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ Q അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ P ഈ പറഞ്ഞ 200 റിമൂവ് ചെയ്യുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ഈ P ഇൻവെസ്റ്റ് ചെയ്ത 100ന്റെ ഇരട്ടി 200 റിമൂവ് ചെയ്യുമ്പോൾ ആര് റിമൂവ് ചെയ്യുന്നുണ്ട്? Qവും അത് റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ Q അവിടെ റിമൂവ് ചെയ്യുന്നത് ഡബിൾ അല്ല. Q എന്താ റിമൂവ് ചെയ്യുന്നത്? ഈ P ഇട്ട എമൗണ്ട് റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും Q ഓൾസോ റിമൂവ് ദ സെയിം എമൗണ്ട് P ആഡഡ്. P ആഡ് ചെയ്ത് എത്ര? 100 അല്ലേ? അപ്പൊ ആ Q റിമൂവ് ചെയ്യുന്നത് എന്താ? P ആഡ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 300ൽ നിന്ന് ആ ഒരു 100 റിമൂവ് ചെയ്തതിനെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി എത്ര കാണും? 200 കാണത്തില്ല. 300 100 പോയി കഴിഞ്ഞാൽ ഇൻറ്റു എത്ര മാസം ഇനി ബാക്കിയുണ്ട്? 3 മാസം കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പൊ അവിടെ തെറ്റുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് തെറ്റിക്കാൻ വേണ്ടിയാണ് ആ ക്വസ്റ്റിൽ പല സാധനങ്ങൾ ഇട്ട് വെച്ചത്. അപ്പൊ നമ്മൾ എക്സാമിൽ ആലോചിച്ച് നോക്കി ഇതിപ്പോൾ എത്ര തവണ നമ്മൾ വായിക്കുമായിരിക്കും ഇത് മനസ്സിലാവാൻ വേണ്ടി? നിങ്ങൾക്ക് ഒറ്റ തവണ വായിച്ചു ചിലപ്പോൾ മനസ്സിലായെന്ന് വരുമോ? ഇല്ല, ഒരുപാട് ആഫ്റ്റർ 5 months, ആഫ്റ്റർ 4 months, ആഫ്റ്റർ 5 months എന്ന് പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ആക്ച്വലി ഇത് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് ആൻസർ എടുത്താൽ ഇതിപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം നമുക്ക്. ഇവിടെ നമുക്ക് 4 into 5 ആ 0 സെക്കൻഡിൽ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ 4 into 5 20 പ്ലസ് 5 into 4 20 പ്ലസ് 3 into 3 9. ആ സീറോസ് എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ആ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്താൽ കളഞ്ഞേക്കാം. ഇനി ഇവിടെ വരുമ്പോഴത്തേന്നോ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേന്ന് 3 into 9 27 പ്ലസ് 2 into 3 6. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 33 എന്ന് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്ര വരുന്നുണ്ട്? 49 എന്ന് വരുന്നുണ്ട്. ഇനി ക്വസ്റ്റിനിൽ പറഞ്ഞേക്കാൻ നമുക്ക് നോക്കാം. ഇഫ് ദ പ്രോഫിറ്റ് ഷെയർ ഓഫ് Q ഈസ് 429. അപ്പോൾ ഈ പറയുന്ന 33 എന്ന് പറയുന്നതാണ് എത്രയെന്ന് കൊടുത്തേക്കുന്നത്? ₹429 എന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 into 10 330 പിന്നെ 3 കൂടി എന്ന് പറഞ്ഞാൽ 13. 33 into 13 ആണ് 429 എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ദേ ഹാഡ് ഇൻ എ ഇയർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 49 പ്ലസ് 33 ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ 49 സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ 429 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തൽക്കാലം ഞാൻ ഫുൾ ആയിട്ട് ചെയ്തു പോകാം. അപ്പോൾ 4 5 6 7 9 plus 3 12. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 82 എന്ന് വരും. ആ 82 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 33 into 13 ആണെങ്കിൽ 83 into 13 ചെയ്താൽ 820. 3 into 82 ചെയ്യുമ്പോൾ 246. സോ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1066 എന്ന് വരും. 1066. സോ നമ്മുടെ ആൻസർ 1066 എന്ന ആൻസർ വരും.
ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, അത്യാവശ്യം കുറേ സമയം പോകുന്ന ഒരു ക്വസ്റ്റൻ അല്ലേ. നമ്മൾ ഈവൻ ദോ അതിനെ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എടുക്കുന്നെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നല്ല സമയം വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതേപോലത്തെ വളരെ ലെന്തി ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കാരണം നമ്മുടെ സമയം ഒരുപാട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആ സമയത്ത് ഉടനെ ചെയ്യാതെ അതിനെ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ പിന്നത്തേക്ക് എന്ത് ചെയ്യുക, അവസാനത്തേക്ക് മാറ്റി വെക്കുക. സമയം ഉണ്ടെങ്കിൽ അവസാനം വന്ന് ചെയ്താൽ മതി. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് മിസ്സാവാൻ പാടില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A, B and C are partners. A receives 9/10 of the profit and B and C share the remaining profit equally. ഓക്കെ, അപ്പം നമുക്ക് ആ പറഞ്ഞ കാര്യം എടുക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9 out of 10 ആണ്. ഇനി 9 out of 10 എക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി റിമൈനിങ് ആണ് ബിയും സിയും ഷെയർ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 9/10 ഇവിടെ പോയാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 1/10 അല്ലേ ബാക്കിയുള്ളൂ. ഈ 1/10 പകുതിയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1/20 പ്ലസ് 1/20 ചെയ്യുമ്പോഴല്ലേ ഈ 1/10 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേർക്കും കിട്ടുന്ന എത്ര? 1/20യും 1/20. ആ റിമൈനിങ് ആണ് ഇവർക്ക് കിട്ടുന്നത് ഹാഫ് ഓഫ്. ഇനി ഈക്വലി, അപ്പോൾ അതായി. ഇനി നമുക്ക് ആ റേഷ്യോ ഒന്ന് സിമ്പിൾ ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് ഫുൾ അങ്ങ് 20യോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ കുറച്ചുകൂടെ സിമ്പിൾ ആവും. സോ 20യും 10യും ക്യാൻസൽ ആയിട്ട് 2 എന്ന് വരും. സോ ഇത് 18 എന്ന് വരും. നമുക്ക് ഇത് 1 എന്ന് വരും. നമുക്ക് ഇതും 1 എന്ന് വരും. സോ ഇതെല്ലാം കൂടി നമുക്ക് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? A's income is increased by ₹270 when the profit percentage of A rises from 12 to 15%. അപ്പൊ 12 15% ഇൻക്രീസ് വന്നാൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുന്നത്? 3% ഇൻക്രീസ് ആവുന്നത്. ആൻഡ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? എയുടെ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 3% ഇൻക്രീസ് ആയാൽ 12 15 ആയാൽ അവിടെ ആൾക്ക് 270 രൂപയാണ് എക്സ്ട്രാ കിട്ടുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 18 അല്ലേ എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ 18നെ 3% ഇൻക്രീസ് ചെയ്യാം. സോ ഈ 18ന്റെ ഈ ഒരു 18ന്റെ 3% ഇവിടെ എഴുതി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. 18ന്റെ 3%. സോ 18 ഇൻറ്റു അതിന്റെ 3% ആഡ് ചെയ്യുമ്പോഴത്തേന്ന് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേന് എത്ര റുപ്പീസ് വരുന്നുണ്ട്? 270 രൂപ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 18ന്റെ 3% ആയിരിക്കില്ല 270. സിമ്പിൾ ആയിട്ട് ആ ഒരു 3% കൂടുമ്പോൾ 270 കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 18ന്റെ 3% ആയിരിക്കും ആ 270 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ബി ആൻഡ് സി ഈച്ച് റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമുക്ക് ഇവിടെ ഈ പ്രോഫിറ്റിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ABC പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടൈമിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? ഈ പറഞ്ഞേക്കുന്ന ഇത് തന്നെ ആയിരിക്കും ആ റേഷ്യോ എന്ന് പറയുന്നത്. 1 1. അങ്ങനെ ആ 1 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അവിടെ ബിയുടെയും സിയുടെയും എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഓപ്ഷനിൽ വരുമ്പോൾ ഈക്വൽ എമൗണ്ട് കിടക്കുന്ന എവിടേക്കാ? ഇത് ഈക്വൽ അല്ല, ഇത് ഈക്വൽ അല്ല, ഇത് ഈക്വൽ അല്ല. ഒന്നെങ്കിൽ 2 500 അല്ലെങ്കിൽ 2 600. അപ്പോൾ അത് രണ്ടിൽ ഏതാന്ന് മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 18ന്റെ 3% എന്ന് പറയുമ്പോഴത്തേന്ന് നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ 3/100 അങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ 3 അങ്ങ് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഈ 3യും ഈ 27 കൂടി ക്യാൻസൽ ചെയ്താൽ തന്നെ നമുക്കിവിടെ 9 വരും. ആൻഡ് ഈ പെർസെൻറ്റേജിന്റെ 2 0 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 18 എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയെന്ന് കിട്ടും? ആ 90യും പിന്നെ ആ പെർസെൻറ്റേജിന് 2 0 കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 9000 എന്ന് വരും. അപ്പൊ 18 എന്ന് പറയുന്ന റേഷ്യോയുടെ കറസ്പോണ്ടിങ് ആ 9000 വരുന്നത് എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് ഈ 90 വരുന്നത്. പിന്നെ 2 0 ഉണ്ട്, നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ആ 1 എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ അങ്ങനെ ആ 1 എത്രയെന്ന് കണ്ടുപിടിക്കാം? 1 ഇൻറ്റു 5 ചെയ്താൽ പോരെ. 1 ഇൻറ്റു 5 എന്ന് വരും. പിന്നെ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 0 കൂടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും? 500 എന്ന് വരും. പിന്നെ ഈ പറഞ്ഞ ബിയും സിയും 2 സെയിം ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? 500 ആൻസർ വരും. നോക്കിയാൽ വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷെ അത് കുറച്ചൊരു ട്രിക്കി ആയിട്ടാണ് കൊടുത്തിരുന്നത്. പെട്ടെന്ന് അത് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ 12% 15 ആവുന്നപ്പോൾ ഈ 12 എന്താ എന്നൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചധികം കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ പ്രോഫിറ്റ് നേരത്തെ 12 ഉള്ളത് 15% ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 12 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇൻക്രീസ് ആവുന്ന 3% മാത്രം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി? ആ കൺസിഡറേഷൻ ചെയ്താൽ മതി നമുക്ക് ആൻസർ എടുക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അവസാനം ചെയ്ത 3 ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരുന്നു, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാത്ത ടൈപ്പാണ്. എക്സാമിൽ പെട്ടെന്നാണ് കാണുന്നതെങ്കിൽ നമുക്കത് കുറച്ചധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയം പോകാനും സാധ്യതയുണ്ട്. ശരി, ഇനി നമുക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കൂടി. അപ്പോൾ എ ഇൻവെസ്റ്റഡ് ₹5,000 ഇൻ എ ബിസിനസ് ആൻഡ് ആഫ്റ്റർ 6 months ബി ഓൾസോ ജോയിൻഡ് ഹിം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ബി റിസീവ് ₹2,700 പ്രോഫിറ്റ് ഔട്ട് ഓഫ് 8,700. ഫൈൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്,
എ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എ ഇൻവെസ്റ്റ് ചെയ്യുന്ന 5,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഇനി അവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 6 months ആണ് ബി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി അവിടെ 6 മാസമേ കാണത്തുള്ളൂ. പക്ഷേ എ അവിടെ എത്ര മാസം കാണും? 12 മാസം കാണും. ഇനി അവിടെ നമുക്ക് ബിയുടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 2,700 ആണെന്ന്. മൊത്തം 8,700 രൂപ. അങ്ങനെയാണെങ്കിൽ 2,700 ഈ പറഞ്ഞ 8,700 നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എത്ര ആയിരിക്കും? ബാക്കി ആ 6,000 ആയിരിക്കില്ല ബാക്കി വരുന്നത്. രണ്ടുകൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ മതി നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടി, സിമ്പിൾ ആയിട്ട് എപ്പോഴും എടുക്കുന്ന പാറ്റേൺ. അപ്പം അങ്ങനെ ഇത് രണ്ടുകൂടി ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും. ആൻഡ് നമുക്ക് ഫർദർ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 സീറോസും ഈ 2 സീറോസും ക്യാൻസൽ ചെയ്യാം. 60ഉം നമുക്ക് വേറെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഈ 2 into 5 ഇവിടുന്ന് ഈ 0 കൂടിയും ക്യാൻസൽ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് ഇവിടെ ഒരു 1000 ഉണ്ട്. 1000 അതേപോലെ തന്നെ വെക്കാം. നമുക്ക് ഈ 6ഉം 27 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. ആൻഡ് 27 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ 9 എന്ന് വരും. ആൻഡ് 2ഉം ഈ 9 കൂടി ക്യാൻസൽ ചെയ്താൽ 4.5 എന്ന് വരും. ഇനിയും ക്രോസ് ചെയ്യാം ആ 3 പൂജ്യവും ഈ ഒരു 4.5ഉം. സോ ബിയുടെ വാല്യൂ നമുക്ക് 4.5 into 1000 ചെയ്താൽ 4500 എന്ന് വരും. സോ ആൻസർ നമുക്ക് 4,500. പിന്നെ കണ്ട പോലെയാണ് ക്യാൻസൽ ചെയ്തത്. നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടി പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ നമ്പേഴ്സിനെ വേണമെങ്കിൽ പിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ വരും. ഓക്കെ, ഞാൻ ഇപ്പോൾ കണ്ട പോലെയാണ് ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ 4,500 ആൻസർ വരും. നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മുടെ SBIയുടെ ആ ഒരു ക്ലർക്കിലെ പാർട്ണർഷിപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 3 yearsന്റെ ഇടയ്ക്കുള്ള A investor rupees 4,500 in a business and after some time B also joined him and invested rupees 4,800. അപ്പോൾ രണ്ടുപേരുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എടുക്കാം. 4500യും 4800യും. ഇനി അവിടെ പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ബി റിസീവ്സ് rupees 4,400 പ്രോഫിറ്റ് ഔട്ട് ഓഫ് 9,900. അപ്പം നേരത്തെ തന്ന പോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ബി 4,400 ആൻഡ് മൊത്തം പ്രോഫിറ്റ് 9,900 ആണെങ്കിൽ അതിൽ നിന്ന് 4,400 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയാണ്? 5,500 ആയിരിക്കില്ല ബാക്കി വരുന്നത്. അങ്ങനെ മേളിൽ എന്ത് വരും? 5,500 എന്ന് വരും. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഡിഡ് ബി ജോയിൻ ദി ബിസിനസ്? അപ്പോൾ ബി ജോയിൻ ചെയ്യുന്ന എത്ര മാസം ശേഷമാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ എ ഇവിടെ മൊത്തം ഒരു 1 yearന്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഇവിടെ ഇൻറ്റു 12 എന്ന് വരും. ഇനി നമുക്ക് ബി ഇവിടെ എക്സ് മന്ത്സ് ആണ് ഉള്ളെങ്കിൽ ചോദിക്കുന്ന ഈ എക്സ് എന്താണെന്നല്ല ചോദിക്കുന്നത്. ബി ജോയിൻ ചെയ്ത് എത്ര മാസത്തിന് ശേഷമാണെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സിനെ ആ 12ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എക്സ് മന്ത് ആണ് അവിടെ വർക്ക് ചെയ്തെങ്കിൽ ആ പറയുന്ന 12ൽ നിന്ന് ആ എക്സ് മൈനസ് ചെയ്യുമ്പോഴേ എത്ര മാസത്തിന് ശേഷമാണ് ജോയിൻ ചെയ്തത് എന്നുള്ളത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കാം, നമുക്ക് ആൻസർ വരും. സോ ഇവിടെ നിന്ന് ഇത് നമുക്ക് സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിന്ന് ഈ 0 ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ 55ഉം 45ഉം ക്യാൻസൽ ചെയ്ത് 5ഉം 4ഉം എടുക്കാം. ഈ 4ഉം ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12 എന്ന് വരും. ഇവിടെ നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇത് 9 എന്ന് വരും. ഈ 12ഉം ക്യാൻസൽ ആയി പോകും. സോ ഇനി നമുക്കിവിടെ ബാക്കിയുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബാക്കിയുള്ളത് ഒരു 9 ആൻഡ് നമുക്ക് ഈ 5 ഓൾറെഡി ക്യാൻസൽ ആയി പോയി. സോ 9 ആണ്. നമുക്ക് ആ എക്സിന്റെ വാല്യൂ എന്ത് വരും? 9 months എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ബി അവിടെ ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എത്ര മാസം? 9 മാസമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ജോയിൻ ചെയ്ത് എത്ര മാസത്തിന് ശേഷമായിരിക്കും? ആ 12ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 3 മാസത്തിന് ശേഷമായിരിക്കും നമ്മുടെ ബി അവിടെ ജോയിൻ ചെയ്തത്. സോ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? 3 months ആണ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ലാസ്റ്റ് 3 years ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന SBIയുടെ ക്ലർക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. പറ്റുവാണെങ്കിൽ ഒരു വട്ടം ആദ്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, സ്ലോ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട്. രണ്ടാമത്തെ പ്രാക്ടീസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ അതിനെ ഒന്നുകൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് ചെയ്ത് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ എക്സാമിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നും. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഐ ഹോപ്പ് ഇത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിമൈനിങ് ഏരിയാസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ തന്നെ കാണുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സെഷൻ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന സെഷൻസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ഇനി ഇതിന്റെ റിമൈനിങ് കുറച്ച് ടോപ്പിക് കൂടി നമുക്ക് ഇനി ബാക്കിയുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് കൂടി നമുക്ക് ബാക്കിയുള്ളൂ. സോ ആ ഒരു ഏരിയാസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വരുന്ന അടുത്ത 2 ദിവസത്തിന്റെ അകത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്ത് ഇവിടെ തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് മുമ്പ് തന്നെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സമയം നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടും. നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഉടനെ തന്നെ ബാക്കി റിമൈനിങ് ക്വസ്റ്റൻസുമായിട്ട് ടോപ്പിക്സുമായിട്ട് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.